സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തും നന്ദി പറയുന്നു. അപ്പാ, ഇതിൻ്റെ അകത്ത് ചലിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ, അവിടുന്നുള്ള സ്ഥലത്ത് അത്ഭുതങ്ങളുണ്ട്. ഇന്ന് രാത്രി വിടുതലിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കും. ദൈവമേ, യെരൂശലേമിൻ്റെ തെരുവീതികളിൽ അങ്ങ് നടന്നതുപോലെ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് അങ്ങ് ചലിക്കുമെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകും. ഇതിൻ്റെ അകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ സ്വർഗ്ഗമിടയാക്കും. കർത്താവെ, കണ്ണുനീരിനെയും വിലാപത്തെയും നൃത്തമാക്കുന്നവൻ ഇന്ന് രാത്രി കാനായിൽ കല്യാണ വിരുന്നിൽ അത്ഭുതം ചെയ്തതുപോലെ, കർത്താവെ, മാറായെ മധുരമാക്കിയതുപോലെ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് അത്ഭുത പ്രവർത്തികളെ ചെയ്യും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുകയാണ്. ഏഴകളോട് കരുണ കാണിക്കുന്ന വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. ഈ യോഗത്തിൻ്റെ നിയന്ത്രണം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, നീ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു മാനുഷിക ശബ്ദം ആവശ്യമില്ല കർത്താവെ. മനുഷ്യനുണ്ടാക്കിയ കഥകളും ആവശ്യമില്ല. കെട്ടുകഥകളും കിഴവിക്കഥകളും കേൾപ്പാനല്ല, അങ്ങയുടെ ഇമ്പ ശബ്ദം, അങ്ങയുടെ മധുര ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങളുടെ ജനം കർത്താവെ, അങ്ങയുടെ മക്കൾ കർത്താവെ, ജീവൻ പ്രാപിച്ചെഴുന്നേൽപ്പാൻ സ്വർഗ്ഗമിടയാക്കണം കർത്താവെ. മരിച്ച അവസ്ഥകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുമാറാകണം കർത്താവെ. ഞങ്ങൾ ആൾ മാറിയതുപോലെ അങ്ങയെ സ്നേഹിപ്പാനും സേവിപ്പാനും സ്വർഗ്ഗമിടയാക്കണം. അവിടുന്ന് വലിയ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചെയ്യുവാനിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണപ്പ കർത്താവെ. ആദിയോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നപ്പ. സകല മാനവ മഹത്വവും സ്തുതിയും പൂച്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയേറ്റുന്നു. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയതോന്നണം പരിശുദ്ധ നല്ല പിതാവേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചലിക്കും. നിങ്ങൾ എല്ലാവരും ദിവസത്തിന്റെ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ള സ്ഥലത്ത് വിടുതലുകളെ സംഭവിക്കും. കർത്താവിന് സ്തോത്രം. ജനത്തിന് വ്യത്യാസങ്ങൾ, ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം ഇതുപോലെ ആമേൻ സ്തോത്രം ഒരു നാള് ഒരു മീറ്റിങ്ങിന് വന്നു. അന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാനിടയല്ലേ. കർത്താവിന് സ്തോത്രം. യേശു ഉള്ള സ്ഥലത്ത് അത്ഭുതങ്ങളുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ അകത്തിരിക്കുന്ന ആളുകൾ ആമേൻ മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട. വചനത്തെ ആമേൻ സ്തോത്രം അതുപോലെ തന്നെ അങ്ങ് സ്വീകരിച്ചോണം. കർത്താവിന് സ്തോത്രം. യേശുവിനെ സ്വീകരിക്കുന്നത് പോലെ വചനത്തെ സ്വീകരിക്കുമെങ്കിൽ സാക്ഷാൽ വചനമായിരിക്കുന്നവൻ, സാക്ഷാൽ യേശുവായിരിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. കർത്താവിന് സ്തോത്രം. എന്നെ തിന്നുന്നവൻ ഞാൻ എൻ മൂലം ജീവിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ ഇന്ന് രാത്രി രുചിച്ചറിയുന്നവർക്കാരുടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ആമേൻ സ്തോത്രം പ്രിയമുള്ളവരെ, ആമേൻ ദൈവത്തിന്റെ വചനം ആമേൻ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. കർത്താവിന്റെ സ്തോത്രം. അതിന്റെ ഒരു പ്രത്യേകത അത് ആമേൻ സ്തോത്രം ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെയും വിചാരങ്ങളെയും ഒക്കെ അങ്ങ് വേർതിരിക്കും. കർത്താവിന് സ്തോത്രം. അതിനെല്ലാം അറിയാം. കർത്താവിന് സ്തോത്രം. നമ്മളെല്ലാവരും വായ കൊണ്ട് പലതും പറയും, ഹൃദയം കൊണ്ട് പലതും ചിന്തിക്കും. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവനുള്ള വചനത്തിന് നമ്മുടെ അകത്ത് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ആമേൻ ആ ചിന്തകളെ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, വചനത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് അസ്ഥിയുടെ അകത്ത് കയറും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ അസ്ഥി രോഗങ്ങൾ സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കും.
ആമേൻ. ജോയിന്റ് പെയിൻസ് ഉള്ളവരൊക്കെ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി അസ്ഥിയുടെ അകത്ത്, മജ്ജയ്ക്കകത്ത് സൗഖ്യം ഉണ്ടാക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം മജ്ജയ്ക്കകത്ത് കയറും. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആമേൻ, അത് ആത്മാവിനകത്തും, ആമേൻ, സ്തോത്രം, നമ്മുടെ ആമേൻ സ്പിരിറ്റ്, സോള്, ബോഡി ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ ഡിവിഷൻസ് ആർക്കും അറിയത്തില്ല. കർത്താവിന് സ്തോത്രം. സൈക്യാട്രിസ്റ്റിനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഇതെല്ലാം ഉണ്ട്, പക്ഷെ എവിടെയാ അതിന്റെ, ആമേൻ, സ്തോത്രം, ആ പാർട്ടീഷൻ കിടക്കുന്ന എവിടെയെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിന്, ആമേൻ, അതിന്റെ ആ ഡിവിഷന്റെ അകത്തേക്ക് കടക്കാനായിട്ട് പറ്റും. ഇന്ന് രാത്രി നിന്റെ സ്പിരിറ്റിനകത്തുള്ള പ്രശ്നം മാത്രമല്ല, സോളിനകത്തുള്ള പ്രശ്നം മാത്രമല്ല, നിന്റെ ബോഡിക്കകത്തുള്ള പ്രശ്നം, എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞു, എല്ലാ പ്രശ്നവും, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിന് സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കും. ചില ആൾക്കാർക്ക് പ്രശ്നം ശരീരത്തിന് പുറത്താ, മറ്റു ചിലർക്ക് ശരീരത്തിനകത്താ. മനസ്സിലാവുന്നവർക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. പുറത്തുള്ളത് അവൻ കുറച്ചു നാൾ കഴിയുമ്പോൾ കരിയും, അകത്തുള്ളത് എത്ര നാൾ കഴിഞ്ഞാലും കരിയുന്നില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അതിന്റെ അകത്ത് കടന്നു വന്ന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കൾ, ആമേൻ, സ്തോത്രം, വചനം കേൾക്കും അതുപോലെ അങ്ങ് പിടിച്ചോണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി യൗവനക്കാരോട് പ്രത്യേകാൽ, ആമേൻ, സ്വർഗത്തിലെ ദൈവത്തിന് ചില ദൂത് കൈമാറാനുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. ആമേൻ. പ്രായം കൊണ്ട് മാത്രമല്ല, കർത്താവിന് സ്തോത്രം, ഹൃദയം കൊണ്ട് യൗവനക്കാരായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വചനം പഠിച്ച സമയത്ത് കർത്താവ് എന്നോട് ഇടപെട്ടൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആമേൻ, സ്തോത്രം, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് നിന്റെ ഇന്നുകളിൽ മാത്രമല്ല, നിന്റെ നാളുകളിൽ മാത്രമല്ല. ഓ, കർത്താവിന് സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് നിന്റെ ഇന്നലെകളിൽ കൂടിയാ. നിന്റെ പാസ്റ്റിൽ കടന്നു ചെന്ന്, ആമേൻ, സ്തോത്രം, കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ചിലരൊക്കെ പറയുന്നു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പാസ്റ്റർ, എന്റെ കുഴപ്പം കൊണ്ടല്ല. ആമേൻ, സ്തോത്രം, കുടുംബത്തിന് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുമെങ്കിൽ it can go beyond the past. ആമേൻ. നിന്റെ ഇന്നലെകളിലേക്ക് കടന്നു ചെന്ന് ഇല്ലായ്മകളെ നിറയ്ക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള വചനം ഇതിനകത്തേക്ക് റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക. ആമേൻ. ആമേൻ. ചിലരൊക്കെ പറയും, ആമേൻ, സ്തോത്രം, പണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഗതി ഉണ്ടായതാ. ഇന്ന് രാത്രി നീ കേട്ടോ, ദൈവത്തിന്റെ വചനം ഇന്നലെകളിലേക്ക് കടന്നു ചെന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഇത് സംഭവിക്കുമോ? ഇത് സംഭവിക്കും. കർത്താവിന് സ്തോത്രം. മറക്കാൻ പറ്റാത്തത് ചിലത് ഇന്ന് രാത്രി പരിശുദ്ധി ആത്മാവ്, എന്റെ പരിശുദ്ധി ആത്മാവ് ഇതിനകത്ത് മറന്നു പോകുവാനായിട്ട് ഇടയാക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഈ മറവി എനിക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോഴെ പരിശുദ്ധി ആത്മാവ് ഞാൻ തന്നതാ. കർത്താവിന് സ്തോത്രം. മറന്നു കളയാൻ. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട മറവി നിന്നെ മൂടും. ആവശ്യമില്ലാത്ത ചിലത് നിന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധിയാത്മാവ് ഇന്ന് രാത്രി എടുത്തു മാറ്റും. നീ പോലും അറിയാതെ നിന്നെ ശുദ്ധീകരിക്കുന്ന പ്രിയ പരിശുദ്ധിയാത്മാവ് ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒറ്റ കണ്ടീഷൻ, കർത്താവിന് സ്തോത്രം, ഉപാധികളില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന് സ്തോത്രം. എത്ര പേര് ഒരു ബോള് ഇട്ട് കൊടുക്കുന്നത് പോലെ കർത്താവപ്പച്ചന്റെ കയ്യിലേക്ക് ആമേൻ തന്നെ ഇട്ടു കൊടുക്കും. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോവുക. കർത്താവിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ഹല്ലേലൂയ, അതിന്റെ 10-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഒരു മിനിറ്റ് ദിവാസേ. കർത്താവിന് സ്തോത്രം. ആമേൻ. ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവ്, നല്ല രാജാവാ, അനുഗ്രഹിക്കപ്പെട്ട രാജാവാ. കർത്താവിന് സ്തോത്രം. ദൈവത്തെ ഏകാഗ്ര ഹൃദയത്തോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തവനാണ് ദാവീദ് രാജാവ്. ദാവീദിനോടുള്ള ദൈവത്തിന്റെ നിശ്ചല കൃപകൾ, ആമേൻ, സ്തോത്രം, മുഖാന്തിരമായിട്ട് ശലോമോൻ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു. കൃപയാൽ ആമേൻ ശലോമോനെ ദാവീദ് നന്നായിട്ട് വളർത്തുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്റെ സ്ഥാനാരോഹണത്തിന്റെ സമയത്ത് അദ്ദേഹം ആലയത്തിനകത്ത് നെടുമ്പാട് വീണ് കരഞ്ഞു. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവേ, എനിക്ക് കൃപ വേണം,
എനിക്കിതിനെ, ഈ കുഞ്ഞുങ്ങളെ, നിന്റെ മക്കളെയൊക്കെ നടത്താൻ ആവശ്യമായിരിക്കുന്ന കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ്, ജ്ഞാനം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ അപ്പച്ചൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ശലോമോന്റെ തുടക്കം നല്ലതായിരുന്നു. പറഞ്ഞേ, തുടക്കം നല്ലതായിരുന്നു, പക്ഷേ ഒടുക്കം നല്ലതായില്ല. കർത്താവിന് സ്തോത്രം. എന്താ സംഭവിച്ചെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആവശ്യമില്ലാത്ത ഒത്തിരി പണി പുള്ളിക്കാരൻ ചെയ്തു. ആമേൻ സ്തോത്രം. ഒത്തിരി ഭാര്യമാരും അത് കൂടാഞ്ഞ് ഒത്തിരി കൺകുബൈൻസ്, ആമേൻ സ്തോത്രം, ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ആമേൻ സ്തോത്രം, ജാതികളിൽ പോയാണ് താൻ കല്യാണം കഴിച്ചത് മിക്കവാറും. ഹല്ലേലൂയ. അങ്ങനെ ശലോമോന്റെ അവസാനം മഹാപരാജയമായി തീർന്നു. ഏതായിരുന്നാലും ദാവീദ് രാജാവിനോടുള്ള ദൈവത്തിന്റെ നിശ്ചല കൃപകൾ മുഖാന്തരമായിട്ട് ശലോമോന് കേടുപറ്റിയില്ല. എന്നാൽ ശലോമോന്റെ മകന്റെ കാലമായപ്പോ സ്ഥിതി അങ്ങ് മാറി. ദൈവത്തിന്റെ കോപത്തിന്റെ തീയിൽ ആമേൻ സ്തോത്രം ശലോമോന്റെ മകൻ ആമേൻ സ്തോത്രം ആമേൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി നമ്മൾ തുടങ്ങുന്നത് ആമേൻ സ്തോത്രം ശലോമോന്റെ മകനായിരിക്കുന്ന രെഹോബാം ആമേൻ ഹല്ലേലൂയ സ്ഥാനാരോഹണം ചെയ്ത ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളൊക്കെ കൂടി ആമേൻ സ്തോത്രം രെഹോബാം എന്ന് പറയുന്ന രാജാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ അപ്പൻ ഒരു ഹാർഡ് മാസ്റ്ററാ, ഒരു കഠിന മനുഷ്യനായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. നമുക്കറിയാം അവസാനമായപ്പോൾ ശലോമോൻ വല്ലാത്ത പണിയൊക്കെ ചെയ്തു അല്ലേ? കർത്താവിന്റെ സ്തോത്രം. അതികഠിനമായിരിക്കുന്ന ആമേൻ കഷ്ടത അവർ അനുഭവിച്ചപ്പോ ആമേൻ ശലോമോന്റെ മകൻ നേരെ ചൊവ്വേ രാജ്യം ഭരിക്കുമെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരൊക്കെ കൂടി ആമേൻ സ്തോത്രം രെഹോബാമിന്റെ അടുത്ത് വന്നു. ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആ വാക്യം വായിക്കാം. 4 മുതൽ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം മുതൽ ആമേൻ അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരൊക്കെ രെഹോബാമിന്റെ അടുത്ത് വന്ന് ആമേൻ സ്തോത്രം പറയാൻ തുടങ്ങി. നിന്റെ അപ്പൻ, ഒരുമിച്ച്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, ആകയാൽ നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ച് തരയണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട് 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രെഹോബായൻ രാജാവ് തന്റെ അപ്പനായ ശലോമോൻ ജീവനോടിരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു. ഒരുമിച്ച്, ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ അവനോട്, നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോട് കൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലിരുന്നാട്ടെ. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, രെഹോബാം രാജാവായപ്പോ ആമേൻ അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരെ കൂടി വന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരുമിച്ച് വായിച്ചത് അല്ലേ? കർത്താവിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, രെഹോബാമിന്റെ തുടക്കം വലിയ മോശം ഉണ്ടായിരുന്നില്ല. ആമേൻ സ്തോത്രം. വന്ന ആൾക്കാരോട് അവൻ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാനൊന്ന് ആമേൻ സ്തോത്രം ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. അവൻ നല്ല കാര്യമാണ്, എടുത്തിയാടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് താൻ എന്ത് ചെയ്തു? തൻ്റെ അപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധന്മാരോട് ചോദിച്ചു. വൃദ്ധന്മാരായിരുന്ന ശലോമോന്റെ സന്നിധിയിൽ നിന്നിരുന്ന ആമേൻ ഉപദേശകന്മാർ അവനോട് ഉപദേശിച്ചു. എന്താണെന്നറിയാമോ? നീ ഈ ജനത്തോട് ദയ കാണിക്കണം. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും പറഞ്ഞേ, ദയ കാണിക്കണം. വീണ്ടും അവനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, അവരെ പ്രസാദിപ്പിക്കണം എന്ന് പറഞ്ഞ അവർക്ക് നല്ലത് വല്ലതും ചെയ്തു കൊടുക്കണം. കർത്താവിന്റെ സ്തോത്രം. വീണ്ടും അവരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, സ്പീക്ക് ഗുഡ് വേർഡ്സ് ടു യുവർ പീപ്പിൾ. കർത്താവിന്റെ സ്തോത്രം. അവരോട് നല്ല വാക്ക് പറയണം. ഈ 3 കാര്യങ്ങളെ അപ്പച്ചന്മാര് പറഞ്ഞുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ അപ്പച്ചന്മാര് നമുക്ക് പറഞ്ഞു തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ചിലർക്കത് തമാശയായിട്ട് തോന്നി, ചിലർക്ക് കാലഹരണപ്പെട്ട ഡോക്ട്രിൻസ് ആയിട്ട് തോന്നി, ചിലർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പിതാക്കന്മാർ കുഴിച്ച ചില കിണറുകളൊക്കെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ കൊണ്ട് കുഴിപ്പിക്കാൻ പോവുക. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. രെഹോബാമിനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, രെഹോബാം ആമേൻ സ്തോത്രം ആ ഉപദേശത്തെ കൈക്കൊണ്ടില്ല. കർത്താവിന്റെ സ്തോത്രം. നല്ല ഉപദേശമായിരുന്നല്ലേ? കർത്താവിന്റെ സ്തോത്രം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, രെഹോബാം അത് കൈക്കൊള്ളുവാനായിട്ട് ഇടയായില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്.
അവൻ ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടല്ലേ. നമ്മുടെ അപ്പച്ചന്മാർ പറഞ്ഞു തന്നൊക്കെ നമുക്ക് വേണ്ട എന്ന് തോന്നിയിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി തിരുത്താനുള്ള ദിവസമാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, രെഹോബാമ് അത് നിരസിച്ചിട്ട് താൻ ആലോചന ചോദിച്ചത് ആരോടാണെന്നറിയാമോ? തന്റെ കൂടെ വളർന്ന യൗവനക്കാരോട് അവൻ ആലോചന ചോദിച്ചു. യൗവനക്കാരോട് അവൻ ആലോചന ചോദിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. തന്റെ കൂടെയുള്ള അപ്പം പറഞ്ഞത് ആമേൻ സ്തോത്രം പിതാക്കന്മാര് പറഞ്ഞത് കേൾക്കാതെ ആമേൻ സ്തോത്രം തന്റെ കൂടെ കളിച്ചു വളർന്ന് ആമേൻ സ്തോത്രം ചങ്ക് ബ്രോസ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ അങ്ങനെ ബ്രോസിനോടൊക്കെ ആലോചന ചോദിച്ചു. കർത്താവിന് സ്തോത്രം. വചനം പറയുക, താഴ്ത്തോട്ട് എഴുതിയിരിക്കുമ്പോൾ വായിച്ച് വരുമ്പോൾ നമുക്ക് കാണാം, പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം അവിടെ ഉണ്ടായിരുന്ന ആളുകള് പിന്നത്തേതിൽ ആമേൻ സ്തോത്രം രെഹോബാമിനെ വിട്ടു പോയി. കർത്താവിന് സ്തോത്രം. അതിന്റെ 16-ാമത്തെ വാക്യം ആമേൻ സ്തോത്രം വലിയ കഷ്ടതയുടെ വാക്യമാണ്. എന്താ കാര്യം എന്നറിയാമോ? രെഹോബാം അവരോട് പറഞ്ഞു, യൗവനക്കാരായ തന്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതുപോലെ എൻ്റെ അപ്പന്റെ അരയുടെ വണ്ണത്തെക്കാളും കൂടുതലാ എൻ്റെ ചെറുവിരലിന്റെ വണ്ണം. കർത്താവിന് സ്തോത്രം. എൻ്റെ അപ്പൻ ചാട്ടവാറ് കൊണ്ട് നിന്നെയൊക്കെ അടിച്ചെങ്കിൽ കർത്താവിന് സ്തോത്രം ഞാൻ സ്കോർപിയൻസ് അമേൻ അമേൻ സ്കോർപിയൻ കടുന്നല്ല തേളിനെ കൊണ്ട് കുത്തിപ്പിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. രെഹോബാം അങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരൻ വിചാരിച്ചു കൂട്ടുകാർ പറഞ്ഞത് ശരിയെന്ന്. അങ്ങനെ പറഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയാമോ? 16-ാമത്തെ വാക്യത്തിൽ പറയുക, ജനം രാജാവിനോട് പറഞ്ഞു, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ, യിശ്ശായിയുടെ പുത്രങ്കൾക്ക് ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലേ, ഓരോരുത്തൻ തന്താന്റെ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളുവിൻ, ദാവീദേ നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, 12 ഗോത്രങ്ങളിൽ 10 ഗോത്രവും രെഹോബാം എന്ന് പറയുന്ന മനുഷ്യനെ വിട്ട് ആ ഒരൊറ്റ വിഷയത്തിൽ വിട്ടുപോയി. എന്താ പറഞ്ഞത്? ബി കൈൻഡ് ടു ദം, ആമേൻ, സ്പീക്ക് ഗുഡ് വേർഡ്സ്, ആമേൻ, ഹല്ലേലൂയ, ഡു സംതിങ് ഗ്രേറ്റ്, ഹല്ലേലൂയ. അവരെ പ്രസാദിപ്പിച്ചാട്ട് പ്ലീസ് ദം. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് നല്ലത് പറയണം, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യണം. കർത്താവിന്റെ സ്തോത്രം. അവരോട് ദയ ഉണ്ടാകണം. ഈ 3 കാര്യം പറഞ്ഞുള്ളൂ. ആമേൻ സ്തോത്രം. ചെറുപ്പക്കാരനായിരിക്കുന്ന രാജാവിന് അത് ബോധിച്ചില്ല, ഉപദേശം കൈക്കൊണ്ടില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിന്ന് രാജ്യത്തിന്റെ 3/4 ഭാഗം അങ്ങ് പോയി. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നല്ല ഉപദേശങ്ങളെ ആമേൻ ഹല്ലേലൂയ നഷ്ടമാക്കി കളഞ്ഞാൽ നമുക്ക് തോന്നും അതൊരു സാധാരണ ആമേൻ വാക്കല്ലേ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഈ ആലയത്തിനകത്തേക്ക് കടന്നു വന്ന് ചിലത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ആമേൻ. പക്ഷേ നഷ്ടമാക്കി കളഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചന്മാര് പറഞ്ഞത് ഒത്തിരി വലിയ മെസ്സേജ് ഒന്നുമല്ല, 1.5 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗമൊന്നുമല്ല, 3 കാര്യമാ. ചെയ്തിരുന്നെങ്കിൽ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് തനിക്ക് നിൽക്കാമായിരുന്നു. സംഭവിച്ച എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. നല്ല ഉപദേശത്തെ, ഒരു ഗുഡ് കൗൺസിൽ അവൻ തള്ളിക്കളഞ്ഞത് മുഖാന്തരമായിട്ട് താൻ വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമ്മുടെ ഇംഗ്ലീഷ് സഭയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ആമേൻ, എൻ്റെ അപ്പൻ എന്നോട് പലതും പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് തോന്നി ഈ അപ്പന് ഒരു കാര്യം അറിയത്തില്ല. കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യവും അറിയാമെന്ന്. കർത്താവിന് സ്തോത്രം. അത് തിരിച്ചറിയാൻ ഒത്തിരി വർഷങ്ങൾ എടുത്തു. അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചില തീരുമാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അവൻ നല്ലതായിട്ട് തോന്നത്തില്ലെങ്കിലും കർത്താവിന് സ്തോത്രം അനുസരിക്കാമെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാക്കുവാൻ അവൻ വലിയ കാര്യങ്ങളുടെ പിന്നാലെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ നല്ല ഉപദേശങ്ങളെ മുറുകെ പിടിച്ചാൽ മതി. ഇന്ന് രാത്രി ഒരു സൗഖ്യത്തെ പ്രാപിക്കുവാൻ ആമേൻ സ്തോത്രം ഒരു കീറാമുട്ടിയായിരിക്കുന്ന വലിയ വിഷയമൊന്നുമില്ല. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി ആലയത്തിനകത്തുണ്ട്. കേൾക്കുന്ന വചനത്തെ മുറുകെ പിടിച്ചാൽ മതി.
തീരുമാനം നമ്മുടേതാ. തീരുമാനം നമ്മുടേതാ. കർത്താവിന് സ്തോത്രം. നമ്മെ കേൾപ്പിച്ച ദൈവത്തിന്റെ തീരുമാനങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് ആമേൻ കരയുന്ന ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രി. ആമേൻ സ്തോത്രം. നൗ ഈസ് ദ ടൈം. ടുഡേ ഈസ് ദ ഡേ. ഇന്നാണ് ആ ദിവസം. നിന്നെ തിരുത്തുവാൻ സ്വർഗം നിശ്ചയിച്ചിരിക്കുന്ന ദിവസം. ഞാൻ നിന്റെ മുഖത്ത് നോക്കി ചില ദൂത് പറയട്ടെ. നിന്റെ തെറ്റുകളെ തീരുമാനിക്കാൻ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചന കൂടാരത്തിന്റെ അകത്ത് നിന്നെ കൊണ്ടുവന്നിട്ട് ഒരു ഓപ്പറേഷൻ ഡെസ്കിന്റെ മുകളിൽ എന്നവണ്ണം നിന്നെ കിടത്തി നിന്നെ കേൾപ്പിക്കുന്ന വചനത്തിന് മുമ്പിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിച്ചവനായി നീ ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു പോകും. കർത്താവിന് സ്തോത്രം. യഹോവേ, നിനക്ക് തെറ്റിപ്പോയത് എവിടെയാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. വലിയ യുദ്ധതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല, പിന്നെയോ ഒരു ഉപദേശത്തെ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടിയ ഒരു ഉപദേശത്തെ ആമേൻ സ്തോത്രം അവഗണിച്ചതാണ് നിനക്ക് പറ്റിയ പരാജയം. ഹല്ലേലൂയ. ലോത്തും എബ്രഹാമും ആമേൻ സ്തോത്രം യാത്ര തിരിച്ചു. ആമേൻ യാത്രയുടെ മധ്യത്തിൽ ആമേൻ സ്തോത്രം ആമേൻ സമ്പത്ത് വർദ്ധിച്ചപ്പോ എബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, നമുക്ക് പിരിയാം, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ലോത്ത് ഫലഭൂയിഷ്ഠമായ സ്ഥലം കെട്ടിച്ചും അത് മതി എന്ന് പറഞ്ഞ് എടുക്കുകയാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, പിന്നത്തേതിൽ വലിയ ദുഃഖത്തിലേക്ക് താൻ പോകേണ്ടി വന്നു. ദൈവത്തിന്റെ ആലയത്തിനകത്തിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചിലത് പറയട്ടെ. കർത്താവിന് സ്തോത്രം. നിനക്ക് ആമേൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം ആമേൻ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ആ വചനത്തെ കേട്ട്, ഇത് ആമേൻ ഒരു മാനുഷിക ശബ്ദമല്ല, ആമേൻ എന്റെ മുന്നിൽ നിൽക്കുന്ന പാസ്റ്ററുടെ വായിൽ നിന്ന് വരുന്ന വചനമല്ല, പിന്നെയോ ഇത് ദൈവത്തിന് എന്നോട് പറയാനുള്ള ദൂതാണെന്ന് നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുവെങ്കിൽ ആമേൻ അവിടെ അത്ഭുതങ്ങളെ സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട്. എബ്രഹാമിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ദൈവ തിരുസന്നിധിയിൽ താഴ്ന്നിരിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മള് ആമേൻ സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വായിക്കുമ്പോൾ ആമേൻ അവിടെ എഴുതി വെച്ചിരിക്കുക, ഗുഡ് വേർഡ്സ് ടേൺസ് അവേ ദ റാത്ത് എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം നല്ല വാക്ക് ആമേൻ കോപത്തെ എന്ത് ചെയ്യും? ശമിപ്പിച്ചു കളയും. കർത്താവിന് സ്തോത്രം. ആമേൻ. നല്ല വാക്ക്, സോഫ്റ്റ് വേർഡ്സ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള കുഞ്ഞുങ്ങളെങ്കിലും പറഞ്ഞേ സോഫ്റ്റ് വേർഡ്സ്. ഇന്ന് രാത്രി അപ്പന്മാരും ആമേൻ അമ്മമാരും ഒക്കെ ചിലത് പറയുമ്പോ ആമേൻ സ്തോത്രം കടിച്ചു പിടിച്ച് അനുസരിക്കാൻ പറ്റുമെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും കേട്ടോ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. റിഹോബാമിന് സംഭവിച്ചത് ആമേൻ മൃദുവായ ഉത്തരം പറയാൻ സാധിച്ചില്ല. കാരണം എന്താ? നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ആമേൻ സ്തോത്രം, പുള്ളിക്കാരനങ്ങ് നല്ലതായിട്ട് സംസാരിച്ചാൽ പോരായിരുന്നു, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് വല്ലവരുടെയും കഥയൊന്നുമല്ല, നമ്മുടെ തന്നെ കാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്ത്, നിന്റെ കുടുംബജീവിതത്തിനകത്ത്, എന്തിനേറെ പറയണം, ഈ സഭയ്ക്കകത്തുള്ള ആമേൻ സ്തോത്രം നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ സ്തോത്രം നിനക്ക് സാധിക്കുന്നുണ്ടോ ഇതുപോലെ ഉത്തരം പറയാൻ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ചില സർജറിയൊക്കെ നടക്കും ഇതിനകത്ത്. ആമേൻ. നമുക്ക് സഭയായി, നമുക്ക് കൂട്ടായ്മയായി, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നിയ മാസവുമായി. കർത്താവിന് സ്തോത്രം. ഇത് ദൈവസഭയാ. കർത്താവിന് സ്തോത്രം. നിന്റെ ഭവനം ദൈവത്തിന്റെ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവുള്ള സ്ഥലമാണ്. കുടുംബജീവിതത്തിനകത്ത് വായി തോന്നിയത് വിളിച്ചു പറയാനല്ല നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരുമിപ്പിച്ച് നിർത്തിയത്. എനിക്കിഷ്ടമില്ല, എനിക്കിനി പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനല്ല ദൈവം നിന്നെ കൂട്ടി യോജിപ്പിച്ചത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം എത്ര പേര് പറയും, ഞാൻ ഈ ഉപദേശത്തെ മുറുകെ പിടിക്കുക? കർത്താവിന് സ്തോത്രം. തീരുമാനം നമ്മുടേതാ, തീരുമാനം നമ്മുടേതാ. ആമേൻ. രഹോബാമിന് മൃദുവായി ഉത്തരം പറയാൻ സാധിച്ചില്ല, പരാജയത്തിൽ ചെന്ന് വീണു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നത്തേതിൽ വലിയ വില അവർക്ക് കൊടുക്കേണ്ടി വന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ മൃദുവായ ഉത്തരം പറയണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പൊ തന്നെ ആരും ചാടിക്കേറി സമ്മതിക്കണ്ട, ഞാൻ ഇനി മുതലേ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പോവുക. പ്രിയമുള്ളവരെ, ഈ മൃദുവായിട്ട് ഉത്തരം പറയണമെങ്കിൽ കർത്താവിന് സ്തോത്രം നമ്മുടെ ജഡം അങ്ങ് ചാകണം. കർത്താവിന് സ്തോത്രം. അതിന് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ
ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ഇത് ജീവനുള്ള വചനമാണ്. നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ ജഡത്തെ കൊല്ലാൻ പഠിക്കണം. കർത്താവിന് സ്തോത്രം. നന്നായിട്ട് സംസാരിക്കാൻ നമ്മൾ വില കൊടുക്കണം. വാട്ട് ഈസ് ദ പ്രൈസ്? അതിന്റെ പ്രൈസ് ടാഗിൽ നോക്കിയാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും ദിറംസ്, സെൽഫ് ഡിനയൽ. നിന്റെ സ്വയത്തെ നീ നിഷേധിക്കുന്ന സ്ഥലത്ത് ആമേൻ സ്തോത്രം നിനക്ക് ലഭ്യമാണ് ഈ മൃദുവായ സംസാരം. ഒരു വലിയ വിഷയത്തിന്റെ മുമ്പിൽ ആമേൻ പകച്ചു നിന്നിട്ട് നിന്നെ കാണിച്ചു തരാമെന്ന് പറയുന്ന ഇടത്ത് ആമേൻ സ്തോത്രം വലിയ വിലയുടെ ആവശ്യമൊന്നുമില്ല. അതിനൊരു വിലയും കൊടുക്കണ്ട. കഠിന വാക്ക് പറയാൻ ഒരു വിലയും കൊടുക്കണ്ട. നിന്റെ ജഡത്തിൽ അങ്ങ് ജീവിച്ചാൽ മതി. പക്ഷെ മൃദുവായിട്ട് ഉത്തരം പറയണമെങ്കിൽ ആത്മാവിൽ നടക്കാൻ പഠിക്കണം. ചിലർക്ക് പാസ്റ്റർ പറഞ്ഞാൽ ആമേൻ സ്തോത്രം അനുസരിക്കാൻ ബുദ്ധിമുട്ടാ. ചിലർക്ക് അപ്പം പറഞ്ഞാൽ ആമേൻ അനുസരിക്കാൻ ബുദ്ധിമുട്ടാ. ചിലർക്ക് അധ്യാപകർ പറഞ്ഞാലും ആമേൻ അനുസരിക്കാൻ പറ്റത്തില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആമേൻ സ്തോത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്കൊക്കെ തിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി അനുസരിക്കുമെങ്കിൽ നീ ഈ ദേശത്തിന്റെ നന്മ തിന്നും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം പറയുക, ഇഫ് യു കൺസെന്റ് ആൻഡ് ഒബേ, നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് അനുസരിക്കുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഇടയാകും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ, രെഹോബാമിന് സംഭവിച്ചത് കഠിനവാക്കിന്റെ പ്രശ്നമാണ് അല്ലേ? പറഞ്ഞ കഠിനവാക്കിന്റെ പ്രശ്നമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പല കുടുംബ ജീവിതവും തകർന്നത് ഈ രെഹോബാമിന് പറ്റിയ പ്രശ്നമാണ്. ശരിയല്ലേ? എന്റെ കൂടെ ഒന്ന് ആമേൻ പറയാനുണ്ടോ ആരെങ്കിലും ഒക്കെ? ആമേൻ. ചിലരൊക്കെ ആമേൻ സ്തോത്രം ചർച്ചിനകത്ത് ആമേൻ വലിയ തലവേദനയായിട്ട് മാറിയത് ഈ രെഹോബാമിന് പറ്റിയ പ്രശ്നമാണ്. ചിലരൊക്കെ ജോലി സ്ഥലത്ത് ആമേൻ സ്തോത്രം ഒരു കാര്യമില്ലാതെ പറഞ്ഞു വിട്ടപ്പോ ആമേൻ സ്തോത്രം പോയി എന്നേ പറയുന്നുള്ളൂ, തലവേദന ആയതാ. കർത്താവിന് സ്തോത്രം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ വിഷയം എന്നറിയാമോ? കഠിനവാക്ക. എന്തുകൊണ്ടാ രെഹോബാം ഈ കഠിനവാക്ക് പറഞ്ഞേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ. ഒരു റോങ് സോഴ്സിൽ നിന്നുള്ള ഉപദേശത്തെ പിടിച്ചതുകൊണ്ടാ. കർത്താവിന് സ്തോത്രം. നിന്നെ ഉപദേശിപ്പാൻ ആമേൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം ഒരു സോഴ്സ് ഉണ്ട്. നിന്നെ നടത്തേണ്ട ഒരു സ്ഥലമുണ്ട്. നിന്നെ നടത്തുവാൻ അധികാരമുള്ള ഒരേ ഒരു സ്ഥലം അതാരാണെന്ന് അറിയാമോ? നിന്നെ ഉപദേശം പറഞ്ഞ് നിന്നെ നടത്തുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം. വേഗത്തിൽ വായിച്ചോ, യോഹന്നാന്റെ സുവിശേഷം 14:26. കർത്താവിന്റെ സ്തോത്രം. The gospel according to John chapter 14 verse number 26. 14:26 എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചോ, ഒച്ചതി വായിച്ചോ. എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. കർത്താവിന്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. പ്രിയമുള്ളവരെ, വിഷയങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അവരുടെ മാത്രം കൈയൊന്ന് വരട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം. വിഷയങ്ങളില്ലാത്തവരുടെ ജീവിതത്തിൽ വിഷയങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണ്ട. വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കേട്ടോ. നിന്നെ ഉപദേശിക്കേണ്ടത് ആമേൻ സ്തോത്രം ആമേൻ സഭയ്ക്കകത്ത് വരാത്ത നിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ല. ഹലോ, നിന്നെ ഉപദേശിക്കേണ്ടത് ചർച്ചിനകത്ത് വരാത്ത നിന്റെ ഉറ്റ കൂട്ടുകാരനല്ല. ഓ പാസ്റ്റർ, ഞാൻ ജനിച്ച കാലം മുതൽ അവന്റെ കൂട്ടുകാരനാ, ഞങ്ങൾ ഒരുമിച്ച. സന്തോഷം. അവന്റെ വാക്ക് നീ കേട്ടേക്കരുത്. രെഹോബാമിന്റെ ഗതി നിനക്ക് വരും. കർത്താവിന് സ്തോത്രം. എന്നാ പിന്നെ ചർച്ചിനകത്തെ എല്ലാവരെയും കേക്കല്ലേ. ചർച്ച് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉള്ള സ്ഥലമാണ്. അതിനകത്തിരിക്കുന്ന എല്ലാത്തിന്റെയും ശബ്ദം കേൾക്കാനുള്ളതല്ല നിന്റെ ജീവിതം. പിന്നെ നീ ആരുടെ ശബ്ദമാ കേൾക്കണ്ടേ? നിന്നെ ഉപദേശിച്ച് നടത്തുന്ന ഒരു പരിശുദ്ധ ആത്മാവുണ്ട്. ഒരു വിഷയം ഉണ്ടാകുമ്പോ നേരെ ഫോൺ എടുക്കരുത്, വാട്സാപ്പ് ഇടരുത്. അച്ഛാ, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യണ്ടേ? അത് ശരിയാ, നീ അവൾ അങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ നീ ഒട്ടുപിട്ടു കൊടുക്കരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അച്ഛാ, അറിഞ്ഞായിരുന്നോ പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു? നമുക്ക് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. തീരുമാനം സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകും. അന്ന് നീ കരഞ്ഞ് നിലവിളിക്കുമ്പോ ആരും കാണത്തില്ല. നിന്നെ ഉപദേശിക്കാൻ
ഒരു സ്ഥലമേ ഉള്ളൂ. പറഞ്ഞേ, എന്നെ ഉപദേശിച്ച് നടത്താൻ ഒരു സ്ഥലമേ ഉള്ളൂ. ഈ വചനം നീ മുറുകെ പിടിക്കുമെങ്കിൽ നീ ജീവിതത്തിൽ ഒരു നാളും പരാജയപ്പെടുത്തില്ല. ഇത് നീ മുറുകെ പിടിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒരു നാളും നീ വിഷമിച്ചു പോകത്തില്ല. നിന്റെ ജോലി സ്ഥലത്തൊരു പ്രശ്നമുണ്ടായാൽ ഈ പരിശുദ്ധാത്മാവ് നിന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. നിന്റെ സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടായാൽ ആമേൻ സ്തോത്രം, എൽഡേഴ്സിനെ വിളിച്ച് കാര്യം തിരക്കരുത്. പരിശുദ്ധാത്മാവിനോട് പറയണം, നിനക്ക് പറഞ്ഞു തരും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്കൊരു വിഷയം വന്നാൽ ആമേൻ സ്തോത്രം, ആദ്യം വിളിക്കേണ്ട നമ്പറാ യോഹന്നാൻ 14:26. ഡയൽ ഹല്ലേലൂയ ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 26. ഹല്ലേലൂയ. ഉപദേശം കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് ഉപദേശത്തെ പിടിച്ചുകൊള്ളണം. കൊരിന്ത്യ ലേഖനത്തിനകത്ത് ആമേൻ സ്തോത്രം ഒരു വാക്യമുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 6:14. പാസ്റ്ററെ, എന്റെ കൂട്ടുകാരന്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ആമേൻ സ്തോത്രം. കേട്ടോ, വായിച്ചു. വചനം പറയുന്നത് എന്താന്ന് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? അവിശ്വാസികളുമായിട്ട് കൂട്ടുകൂടി ആമേൻ സ്തോത്രം വെള്ളിയാഴ്ച കൊണ്ട് സഭയിലും വരാതെ അവന്റെ കൂടെ ആമേൻ സ്തോത്രം മോളി നടക്കണം. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? എന്റെ കൂട്ടുകാരൻ ദുബായിൽ നിന്ന് വരുവാ പാസ്റ്റർ, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല. മേല എന്നോട് പറഞ്ഞേക്കരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങൾ അവിശ്വാസികളുമായിട്ട് ഇണയില്ല പിന്നെ കൂടരുത്. unequally yoked with an unbeliever. കർത്താവിന് സ്തോത്രം. അവൻ സഭയിൽ വരുന്നില്ലെങ്കിലും he is a gem of a person. കർത്താവിന് സ്തോത്രം. അവൻ ഭയങ്കര നല്ല നീതിമാനായിരുന്ന പലരെയും സ്വർഗത്തിലെ ദൈവം സുവിശേഷം കേൾപ്പിച്ചാ നന്നാക്കിയെടുത്തത്. കൊർന്നേലിയസിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നല്ല മിടുക്കനായിരുന്നു. എന്നിട്ട് സുവിശേഷം കേൾക്കണമെന്ന് പറഞ്ഞു. രക്ഷ പ്രാപിക്കാൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് മുറുകെ പിടിക്കാൻ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാ. കർത്താവിന് സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ, 1 കൊരിന്ത്യ ലേഖനം 15:33. കർത്താവിന് സ്തോത്രം. ഇംഗ്ലീഷ് വായിക്കണം കേട്ടോ, മലയാളത്തില് ശരിയല്ല. കർത്താവിന് സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം 15:33. പെട്ടെന്ന് വായിച്ചു, എന്റെ സമയം. കർത്താവിന് സ്തോത്രം. ബാഡ് കമ്പനി. കർത്താവിന് വേറെ ഏതെങ്കിലും ഒരു വാക്യം വായിക്കാം, വേറൊരു വാക്യം വായിക്കാമോ? കർത്താവിന് സ്തോത്രം. വേറെ ഏതെങ്കിലും ബൈബിൾ വേഴ്സ് ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ബാഡ് കമ്പനി corrupts good morale. വചനം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ വായിച്ചാലും തെറ്റൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ബാഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കെട്ട കൂട്ടുകെട്ട്. കർത്താവിന് സ്തോത്രം. ഈ കെട്ട കൂട്ടുകെട്ട് എങ്ങനെ തിരിച്ചറിയും? റോങ് കമ്പനി എങ്ങനെ തിരിച്ചറിയും? കർത്താവിന് സ്തോത്രം. മലയാളത്തിൽ ഞാനൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതായി തിരയുന്നത്. കർത്താവിന് സ്തോത്രം. ആ കെട്ട മനുഷ്യരെന്ന് കൂട്ടിയാൽ മതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് സ്തോത്രം. കെട്ട മനുഷ്യര്. ആമേൻ. ഈ കെട്ട മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയുന്നേ? അവന്റെ വായിന്ന് വരുന്ന വാക്ക് കേട്ടാ മനസ്സിലാകും. ആമേൻ. അവന്റെ നടപ്പ് കണ്ടാ മനസ്സിലാകും. ആമേൻ. ആമേൻ സ്തോത്രം. അവന്റെ പാട്ട് കേട്ടാ മനസ്സിലാകും. അവൻ സിനിമ പാട്ട് പാടുമ്പോ കർത്താവിന് സ്തോത്രം, അവൻ ലോക മനുഷ്യന്റെ ആമേൻ സ്തോത്രം ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാണുമ്പോ ഓർത്തോണം, ആമേൻ, അതിന്റെ കൂടെ നടക്കാനുള്ളതല്ല നീ. കർത്താവിന് സ്തോത്രം. അത് സഭയ്ക്കകത്താണെങ്കിലോ നടക്കല്ലേ പൊന്നു പ്രിയപ്പെട്ടവരെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ സ്വർഗ ശബ്ദത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവ് നിന്നെ പണിത് വൃത്തിയാക്കും. മഹത്വത്തിന്റെ തീയിറങ്ങി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മലിനതയെല്ലാം മാറ്റിക്കളയും. യേശുവിനെ കാണുവാൻ സാധിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം, നേരുള്ളൊരു ഹൃദയം വേണം. പ്രിയമുള്ളവരെ, നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിലും നേരുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ പറ്റിയ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. ഒരു പക്ഷേ സഭയിൽ നിനക്ക് പേരൊന്നും കാണത്തില്ല, വന്നാല് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടി മൂലക്കിരുന്ന് പ്രാർത്ഥിച്ചേച്ചു പോകും. എന്നാലും നിന്നെ സ്വർഗം കാണും. പേര് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേരുണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്ക് ഏത് ചർച്ചിൽ പോകാം. നല്ല ചർച്ച് നോക്കി 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 നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് തീർക്കാം. ഇവിടെ പോയി അവിടത്തെ കുറ്റം പറഞ്ഞ്, അവിടെ പോയി ഇവിടത്തെ കുറ്റം പറഞ്ഞ് നമുക്ക് നമ്മുടെ കാലം തീർക്കാം. അല്ലെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തിന്റെ രാജ്യക്കാരനാകാം. യേശുവിനെ ആരാധിക്കുന്ന ഒരു സഭയ്ക്കകത്ത് വന്നിരുന്നിട്ട് ആമേൻ സ്തോത്രം അവിടെയും ഇവിടെയും നോക്കണ്ട. കർത്താവിന് സ്തോത്രം. നിനക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കുമോ?
നിന്നോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32:8 പറയുകയാ, I will guide you with my own eyes. ഞാൻ നിനക്ക് എന്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. എത്ര പേര് ആമേൻ പറയും? ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരു വിഷയത്തിന്റെ മേൽ ഒരു തീരുമാനം എടുക്കണം? ഇന്ന് രാത്രി ദൈവത്തോട് ചോദിച്ചോ? ഒരു പായിട്ട് അവൻ സ്വന്തം മുഴങ്കാലിലിരുന്ന് അവിടെ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അപ്പാ എന്നോട് സംസാരിക്കണമേ എന്ന് ആരെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നീ ദൈവശബ്ദം കേൾക്കും. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ മുഴുവൻ ഒരു ഭാഗം കാണും. സ്വതന്ത്രം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തന്നെ കാണും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതാ. ഞാൻ അവിടുത്തെ ദൈവദാസനോട് ചോദിക്കാൻ ചെന്നില്ല, കൂട്ടുവിശ്വാസികളോട് ചോദിച്ചില്ല. എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇത് നിന്നോടുള്ള ദൂത. കർത്താവിന് സ്തോത്രം. ഒരു സ്ഥലത്ത് ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സ്തോത്രം ദൈവത്തിന്റെ അരുളപ്പാട് വരിക, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പ്രോജക്റ്റ് ഒക്കെ ഫ്ലോപ്പായി, സ്തോത്രം ലോസായി, എന്നെ അങ്ങ് ഡീപ്രൊമോട്ട് ചെയ്ത് ഫാക്ടറിയിലേക്ക് തട്ടി. വലിയ വിഷമമായിരുന്നു. ഓഫീസിലിരുന്നൊക്കെ ജോലി ചെയ്യുന്നു, ഇപ്പോൾ ഫാക്ടറി കിടക്കുക. ഫാക്ടറി കിടന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന 2 പൊസിഷന്റെ മുകളിലുള്ള ആള് ജോലി റിസൈൻ ചെയ്തു പോയി. കമ്പനി എന്നെ അങ്ങോട്ടാക്കി വെച്ചു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം നിങ്ങളുടെ ഒപ്പ് വേണം. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചു. എനിക്ക് പേടിയാ, ചെറിയ പ്രായമുള്ളൂ. കർത്താവിന് സ്തോത്രം ഒപ്പിട്ട് കൊടുത്തു. ഒരു ബോക്സിനകത്ത് ഒപ്പിട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ? സ്തോത്രം നിങ്ങളുടെ ഒപ്പ് ലീഗലൈസ് ചെയ്യാൻ പോകുക. ഈ ഫാക്ടറിയിൽ നടക്കുന്ന സകല ട്രാൻസാക്ഷനും ഇനി ഈ ഒപ്പ് വേണം, എന്നാലേ പാസ്സാകത്തുള്ളൂ. അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. നിന്റെ കുടുംബജീവിതത്തിന്റെ മേൽ ദൈവത്തിന് ഇടപെടാനുണ്ട്. നീ അവസരം കൊടുക്കുമോ? നിന്റെ സഭയ്ക്കകത്ത് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുമോ? നിന്റെ ജോലി സ്ഥലത്ത് നീ ഒരു പരാജയമാണെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞാലും നീ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് കാതോർക്കുമോ? ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. നിന്നെ ഡീപ്രൊമോട്ട് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമോ, നല്ല ഉപദേശക എന്നോട് സംസാരിക്കണമേ എന്ന്? നീ അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, 1 കൊരിന്ത്യർ ലേഖനം വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 6:15 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിനും കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ ഈ വചനത്തിന് മുമ്പിൽ എത്ര പേര് ഉപേക്ഷിക്കും? പ്രിയമുള്ളവരെ, നാളത്തേക്ക് വെക്കരുത് പ്ലീസ്. അടുത്ത നിമിഷത്തേക്ക് വെക്കല്ലേ. ക്രിസ്തുവിന് ബലിയാമിനുമായിട്ട് എന്തു യോഗ്യതയുള്ളേ? നിനക്ക് വേണ്ടി പ്രാണൻ തന്ന, നിനക്ക് വേണ്ടി രക്തം ഊറ്റി തന്ന എന്റെ യേശുവിനൊപ്പം പറയാൻ നിനക്ക് ഏത് പേരായല്ലേ? നിന്റെ അപ്പന്റെ പേരോ, നിന്റെ അമ്മയുടെ പേരോ, നിന്റെ ജീവിത പങ്കാളിയുടെ പേരോ, നിന്റെ സ്തോത്രം സഭയുടെ ഇടയന്റെ പേരോ? പ്രിയമുള്ളവരെ, അവരൊക്കെ നിന്റെ സെമിത്തേരി വരെയുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് കൂടെ നടക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, ഒരു നാൾ തള്ളിക്കളയുകയില്ലെന്ന് പറഞ്ഞ എന്റെ യേശു കർത്താവിന് ദൈവത്തിന്റെ വചനം പറയുക, ക്രിസ്തുവിനും ബാക്കിയുള്ള സ്തോത്രം പേരുകാർക്കൊക്കെ എന്ത് സമത്വമുള്ളേ? കർത്താവിന് സ്തോത്രം. വാട്ട് ഈസ് ദെയർ ഈക്വൽ? കർത്താവിന് സ്തോത്രം. എന്താ ഈക്വൽ ആയിട്ടുള്ളത്? കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്തോഹരി? കർത്താവിന് സ്തോത്രം. ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് അല്ല ഭാഷ. എന്നാലും ഒരു രൂപം ഉണ്ടെങ്കിൽ നല്ലതല്ലേ?
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് ഇടപെടുവാൻ സാധിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയമുള്ളവരെ, നിന്റെ കിടക്കയിൽ, നിന്റെ രോഗശയ്യയിൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മരണക്കിടക്കയിൽ കൂടെ ഇരുന്ന് ആമേൻ സ്തോത്രം, ഞാൻ ഇനിയും നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമുണ്ട്. അവന്റെ പേരാ നസ്രയനായിരിക്കുന്ന യേശു കർത്താവ്. ക്രിസ്തുവിനും ബലിയാമിനും തമ്മിൽ എന്ത് യോഗ്യത? വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്ത് ഓഹരി? കർത്താവിന് സ്തോത്രം. പള്ളി വരാത്തവന്റെ ഉപദേശം നീ എന്തിനാ കേൾക്കുന്നേ? രെഹോബാമിനെ പോലെ നശിച്ചു പോകാനോ? അവൻ എത്ര മിടുക്കനാണെങ്കിലും he is not able to advise you. The only source, പറഞ്ഞേ, only source is the Holy Spirit. നിന്നെ ഉപദേശിപ്പാൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ മാത്രമോ? ജഡത്തിൽ സംസാരിച്ച നീ പരാജയപ്പെടും. ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് ഒരു വാക്യമുണ്ട്, വായിച്ചു. ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. എനിക്കങ്ങ് തോന്നി, എനിക്കങ്ങനെ അല്ലെ, അങ്ങനെ ചൊറിഞ്ഞു വന്നിട്ട് പറ്റുന്നില്ല മാസ്റ്റർ, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? എനിക്കങ്ങ് ഇത് എന്താ കോപം അങ്ങ് ജ്വലിച്ചു, അല്ലേ? നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് അയ്യോ വയ്യ. കർത്താവിന് നല്ല വാക്കൊന്നും കിട്ടുന്നില്ല. കർത്താവിന് സ്തോത്രം. അവൻ നന്നായി, അവൻ കർത്താവിന് സ്തോത്രം. എനിക്കങ്ങ് സഹിക്കാൻ മേലെ എന്തെങ്കിലും രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ, ഹല്ലേലൂയ, എന്ത് സംഭവിക്കും? ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. പറഞ്ഞ നാശം കൊയ്യും. ആത്മാവി വിതയ്ക്കുമെങ്കിലോ നിത്യജീവനെ കൊയ്യും. 3 കാര്യമേ രെഹോബാമിനോട് പറഞ്ഞുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. എന്തൊക്കെയാ? Be kind to them, please them, speak good words to them. അത് 3ഉം വളരെ നിസ്സാരമായിരുന്നിട്ടും അതനുസരിക്കാൻ ജഡികനായിരിക്കുന്ന മോവാബ്യനായിരിക്കുന്ന ആമേൻ രെഹോബാമിന് സാധിച്ചില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? നെബാത്തിന്റെ മകൻ ജെറോബാം എന്ന് പറയുന്ന അതുപോലെ തന്നെ പേരുള്ള ഒരുത്തനെ വിളിച്ചു സ്വർഗം ഇസ്രായേലിന്റെ രാജ്യത്വം അവനിട്ടു കൊടുത്തു. നഷ്ടപ്പെടുത്തി കളയാൻ എളുപ്പമാ, തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാ. ഏശാവ് ഒരു പായസത്തിന് ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കി കളഞ്ഞു. പായസത്തിന്റെ പിന്നാലെ പോകല്ലേ. കർത്താവിന്റെ സ്തോത്രം. നിസ്സാര നേട്ടങ്ങൾക്ക് വേണ്ടി ആമേൻ ഗോസിപ്പ് പറയുമ്പോ ആമേൻ പറയരുത്. കർത്താവിന് സ്തോത്രം. ചപ്പും ചവറും ഇടാനുള്ള സ്ഥലമല്ല ഞാനെന്ന് പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്തോണം. എന്നെ കേൾക്കുന്നവരുണ്ടോ ഇതിനകത്ത്? ദേവദാസിന്റെ കുറ്റം പറയുമ്പോ സഭയിലെ ആമേൻ വിശ്വാസികളുടെ കുറ്റം പറഞ്ഞാൽ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ പോയ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ കേൾക്കാൻ നിൽക്കരുത്. കർത്താവിന് സ്തോത്രം. നീ കേടായി പോകും, അതുകൊണ്ടാ. നീ നശിച്ചു പോകും, അതുകൊണ്ടാ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. കർത്താവിന്റെ സ്തോത്രം. അടുത്ത വാക്യം. നന്മ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അടുത്ത് വരും. വേഗം വേഗം വായിച്ചു. കർത്താവിന്റെ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് പറയും ആമേൻ സ്തോത്രം, ഫോൾസ് ടീച്ചേഴ്സ് എനിക്ക് വേണ്ട? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്ന ശബ്ദത്തെ തിരിച്ചറിയണം. ഇത് കള്ളപ്രവചനമാണോ? ഇത് കള്ള ഉപദേശമാണോ? ഇത് പ്രവചന പുസ്തകത്തിലുള്ളതാണോ? നീ കേൾക്കുന്ന ഉപദേശം സത്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം?
ഈ വചനവുമായിട്ട് ഒക്കാത്തതെല്ലാം ആമേൻ സ്തോത്രം റോങ് സ്ഥലത്തെന്നുള്ള ഉപദേശമാണ്. ഈ വചനമായിട്ട് ഒക്കുന്നത് മാത്രമേ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുക, ആകയാൽ നിങ്ങൾ കുലുങ്ങാത്തവരും, കർത്താവിന് സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 15:58 കർത്താവിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15 ആമേൻ സ്തോത്രം 52 വാക്യം ഒന്ന് വായിച്ചോ. കർത്താവിന് സ്തോത്രം. നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. ഒന്ന് പറഞ്ഞ രൂപാന്തരം പ്രാപിക്കും. ഈ പള്ളി വരുന്നത് കർത്താവിന് സ്തോത്രം എന്തിനാ? നമ്മൾ വിശ്വാസിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്തിനാ? എന്റെ യേശു അപ്പച്ചൻ വാനമേഘങ്ങളിൽ വരും. അന്ന് ആമേൻ സ്തോത്രം എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം. കർത്താവിന് സ്തോത്രം. അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ ആമേൻ സ്തോത്രം ഞാൻ തീരുമാനിക്കുക. എന്റെ വസ്ത്രത്തെ ഞാൻ കഴുകി ശുദ്ധിയുള്ളതാക്കി വെക്കും, വെണ്മയുള്ളതായിട്ട് ഞാൻ സൂക്ഷിക്കും. അടുത്ത വാക്യം വായിച്ചു പാസ്റ്ററേ. കർത്താവിന് സ്തോത്രം. നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, കാഹളം ധ്വനിക്കും. മരിച്ചവർ പോലും, സെമിത്തേരി കിടക്കുന്നവർ പോലും അക്ഷയരായിട്ട് അവൻ ജീവിച്ചെഴുന്നേൽക്കും. പിന്നെ നാം രൂപാന്തരപ്പെടും. ഈ ദ്രവത്വമുള്ളത് എന്ന് പറഞ്ഞ അവൻ സ്തോത്രം നമ്മുടെ ബോഡി വെച്ച് 4 ദിവസമൊക്കെ കഴിയുമ്പോൾ അങ്ങ് മണം വരും. അവൻ സ്തോത്രം ദ്രവത്വമുള്ളത് മാറി അദ്രവത്വം വരും. കർത്താവിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആമേൻ സ്തോത്രം അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്, കർത്താവിന് സ്തോത്രം, നിങ്ങൾ കുലുങ്ങാത്തവരായിട്ട്. ആമേൻ സ്തോത്രം. ബി ഇമ്മൂവബിൾ, സ്റ്റെഡ്ഫാസ്റ്റ്. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് പറഞ്ഞ് കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഞാൻ നിങ്ങളെ നാളെ വേദനിപ്പിച്ചാലും കുലുങ്ങരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ ആമേൻ സ്തോത്രം ദൈവദാസൻ ചിലപ്പോൾ മറന്നുപോകും. അദ്ദേഹം ഒരു മനുഷ്യനാ. നാളെ നിങ്ങൾ ചെയ്തതൊന്നും ഓർക്കാതെ ചിലപ്പോൾ കുറ്റം പറഞ്ഞെന്ന് വരും. ദൈവത്തിന്റെ വചനം പറയുക, ബി ഇമ്മൂവബിൾ. ഉറപ്പുള്ളവരായിരിക്കണം. നിന്റെ ജീവിത പങ്കാളി ആമേൻ സ്തോത്രം ഒരു നിമിഷം പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ എന്തുകൊണ്ടൊക്കെ പറഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുക, കുലുങ്ങാത്തവരായിരിക്കണം. പറഞ്ഞേ, കുലുങ്ങാത്തവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ബി ഇമ്മൂവബിൾ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരുമായിരിക്കണം, അനിന്ദ്യരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആമേൻ സ്തോത്രം ഒരു ചുരുങ്ങിയ ജീവിതമാണ്. ഒത്തിരി നാളൊന്നും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനില്ല. ഒന്നുകിൽ യേശുവപ്പച്ചൻ വേഗം വരും, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ സമയമാകുമ്പോൾ നമ്മളെല്ലാം തിരിച്ചു പോകേണ്ടി വരും. കർത്താവിന് സ്തോത്രം. അതുവരെയുള്ള നല്ല സമയം നമുക്ക് നന്നായിട്ട് ജീവിക്കാം. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുമെങ്കിൽ ആമേൻ സ്തോത്രം നീ ഒരു നാളും നശിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അതുകൊണ്ട് തക്ക സമയത്ത് ആമേൻ സ്തോത്രം ഉയർത്തെഴുന്നേൽക്കുക. ആമേൻ ആമേൻ ആമേൻ. ഇൻ ഡ്യൂ ടൈം കർത്താവിന് സ്തോത്രം ദൈവത്താൽ ഉയർത്തപ്പെടേണ്ടതിന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. കരയുന്ന മക്കളോട് പറയട്ടെ, ഇതിന്റെ അകത്ത് ഹൃദയം പൊടിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒറ്റപ്പെടുത്തി കളഞ്ഞു, എന്നെ ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു. ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തും. ആമേൻ സ്തോത്രം. ഇത് ദൈവദാസന്റെ വാക്കല്ല, ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നതാ. അങ്ങനെ തന്നെ സംഭവിക്കും. നിന്റെ സമയം വരുമ്പോ ആമേൻ സ്തോത്രം ആര് നിന്നെ തടഞ്ഞാലും ആമേൻ സ്തോത്രം ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവം നിന്നെ ഉയർത്തും. പറഞ്ഞേ, ഞാൻ താണിരിക്കും, ദൈവം എന്നെ ഉയർത്തും. ഞാൻ എന്റെ ജഡത്തിൽ വിതയ്ക്കത്തില്ല, ആത്മാവിൽ ആമേൻ സ്തോത്രം അവൻ ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമത്രേ. ഈ സഭയ്ക്കകത്ത് വരുമ്പോൾ സ്തോത്രം ചെയ്യുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം ചെയ്യുമ്പോൾ അകത്തോട്ടൊന്ന് നോക്കണം. അപ്പൻ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ ഹൃദയം തങ്കച്ചോരയാൽ കഴുകപ്പെടണം. ഇന്ന് രാത്രി എത്ര പേര് പറയും, അപ്പാ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ഹല്ലേലൂയ. തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ.
പിതാക്കന്മാരുടെ ഉപദേശത്തെ നഷ്ടമാക്കി എന്റെ തോന്നിവാസത്തിന് ഞാൻ ഇറങ്ങിപ്പോയതാ. ചിലര് അപ്പന്റെ അമ്മയുടെയൊക്കെ ശബ്ദം കേൾക്കാതെ പോയി അപകടത്തിൽ ചെന്ന ചിലരുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ സൗഖ്യമാക്കുക. ആമേൻ, സ്തോത്രം. ഈ വചനം അറിയാതെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. ദൈവദാസന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പാ എന്നോട് ക്ഷമിക്കണം. എത്ര പേര് പറയും? പ്രിയമുള്ളവരെ, ആരും ആരെയും നോക്കല്ലേ. ആമേൻ. ദൈവസന്നിധിയിൽ എനിക്കൊരു നേര് വേണം, ശുദ്ധിയുള്ള ഹൃദയം എനിക്ക് വേണം. ഐ വാണ്ട് ടു സീ മൈ ജീസസ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി എത്ര പേര് പറയും, യേശുവേ എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് വായി കൊണ്ട്. എന്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. അപ്പനോടും അമ്മയോടും എതിർത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് ആമേൻ, നിങ്ങളുടെ അപ്പന്മാരെ അമ്മമാരെ അനുസരിപ്പേൻ, ബഹുമാനിപ്പേൻ. ഇന്ന് രാത്രി ആരെങ്കിലും ആമേൻ സ്തോത്രം അപ്പനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. പല രോഗങ്ങൾക്കും ആമേൻ പിശാച് അവകാശം പറയുന്നത് നിന്റെ ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയമാ. ഇന്ന് രാത്രി അത് നിനക്ക് വേണ്ട. കർത്താവിനോട് പറഞ്ഞേ, യേശുവേ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ അപ്പാ, എന്നോട് ക്ഷമിക്കണമേ അപ്പാ, എന്റെ ജീവിത പങ്കാളിയോട് ചെയ്തത് ക്ഷമിക്കണമേ അപ്പാ, അവിശ്വസ്തത എന്നോട് ക്ഷമിക്കണമേ. ചിലര് കുടുംബജീവിതത്തിനകത്ത് പരാജയപ്പെട്ടു പോയ ചിലരുണ്ട് ഇതിനകത്ത്. കർത്താവിന് സ്തോത്രം. നല്ല കുടുംബജീവിതം സ്വർഗം തന്നിട്ടും ആവശ്യമില്ലാത്ത പണിക്ക് പോയ ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ബുദ്ധി ഉപദേശിക്കുക. തിരിച്ചു വാ, തിരിച്ചു വാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല ഉപദേശത്തിന് കാതു കൊടുത്താട്ട് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോവുക. കർത്താവിന് സ്തോത്രം. ആമേൻ. സഭയ്ക്കകത്ത് അനുഗ്രഹിക്കപ്പെടുന്നില്ല ഒത്തിരി നാളായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. ഈ സഭയ്ക്കകത്ത് കർത്താവ് നിന്നെ കൊണ്ടുവന്നത് നിന്നെ അനുഗ്രഹിപ്പാനാ. ഈ ആലയത്തിനകത്ത് നീ കടന്നു വന്നത് നിന്റെ കുടുംബജീവിതത്തിനെ ഭദ്രമാക്കാനാ. ഈ ആലയത്തിന്റെ അകത്ത് നീ കടന്നു വന്നത് നിനക്ക് നഷ്ടപ്പെട്ട ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവത്തിന് മടക്കി തരാനാ. ഇന്ന് രാത്രി അതിന് നിന്റെ സമ്മതം സ്വർഗത്തിന് ആവശ്യമാ. എന്താണെന്നറിയാമോ? ഏൽപ്പിച്ചു കൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ എന്നോട് ക്ഷമിക്കണം, എന്റെ തെറ്റുകുറ്റങ്ങൾ എന്നോട് പൊറുക്കണം, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. അപ്പോ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുക. കർത്താവേ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണം. കർത്താവേ, ഈ ആലയം വിട്ട് ഞാൻ മടങ്ങുമ്പോൾ എനിക്ക് ഒരു പുതിയ ഹൃദയം നൽകണം, ഒരു പുത്തൻ ആമേൻ, ഒരു ബ്രാൻഡ് ന്യൂ ഹാർട്ട് കർത്താവ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് കൂടുവെച്ച് താമസിക്കുന്ന എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വാഴണമേ.